ഓട്ടോ ഡിലക്സ് യൂസർ കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് 2017 മോഡലിൽ വരുന്ന ഡീസൽ 62,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി i20 ആണ്. ഈ ഒരു വാഹനം 2017 മോഡലാന്ന് പറഞ്ഞു. ഇത് സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അതായത് ഒരുപാട് കാറ്റഗറിയിലാണ് i20 വന്നിട്ടുള്ളത്. അതിൽ പെട്ടതാണ് സ്പോർട്സ്. അതായത് ആസ്റ്റൻ്റെ ഒക്കെ താഴെയായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ്. DRL കാര്യങ്ങൾ വരും. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ബട്ടൺ സ്റ്റാർട്ട് ഒന്നും ഉണ്ടാവില്ല. കീ ഐറ്റിൻ്റെ കാര്യം വരിക. L2 മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ. മാത്രമല്ല ഒരു 20 കിലോമീറ്ററിന് മുകളിലൊക്കെ മൈലേജ് ആവറേജ് കിട്ടുന്നതാണ്. സൈഡ് മിററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടുള്ള സൈഡ് മിറർ ഈ വാഹനത്തിന് വരിക. മാത്രമല്ല ഇത് ഫോൾഡബിൾ, ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി. അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീറ്റിലാണ് വണ്ടി ഉള്ളത്. നമ്മൾ അറിവിൽ ഇതിന് മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കി, നിങ്ങൾ ഒരു 10-20 കിലോമീറ്ററൊക്കെ ഓടിച്ചു, 10-20 കിലോമീറ്ററൊക്കെ ഓടിച്ചു നോക്കി നല്ല നീറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. പരമാവധി നമുക്ക് ബാങ്ക് ലോൺ ചെയ്തു തരാൻ പറ്റുന്നൊരു വണ്ടി കൂടിയാണ്. പിന്നെ വാഹനത്തിന് ഡീഫോഗർ വരുന്നുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ ആയതുകൊണ്ട് പുറകിലേക്ക് വൈപ്പർ വരുന്നില്ല. അതേപോലെ ഒരു ക്യാമറ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ്. പുറകിലാണെങ്കിലും അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ളൊരു വണ്ടിയാണ്. മാത്രമല്ല നല്ല സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് i20 എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇൻറ്റീരിയർ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ലെഗ് റൂം വരുന്നുണ്ട്. അതേപോലെ AC വിൻഡോ വരുന്നുണ്ട്. സീറ്റൊക്കെ നല്ല അടിപൊളിയാണ്. മാത്രം നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഫംഗ്ഷനും വർക്കിംഗ് ഇല്ലാത്തതില്ല. അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, ടിൽറ്റബിൾ സ്റ്റാറിംഗ് ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. ഈ ഒരു വണ്ടിക്ക് വില ചോദിക്കുന്നത് 5,40,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. 2017 മോഡൽ സ്പോർട്സ് ഓപ്ഷനിലാണ്. ഇത് കൂടാതെ നമ്മളടുത്ത് 2015 മോഡൽ ആസ്റ്റാർ, 2019 മോഡൽ ആസ്റ്റാർ, 2019 മാഗ്ന ഓപ്ഷനിൽ പെട്രോള്, 15ഉം 19ഉം ഡീസലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മളടുത്ത് ഓപ്ഷനിൽ വണ്ടികളുണ്ട്. അപ്പോൾ ഏതൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. വാഹന വിശേഷങ്ങൾ മാത്രം പറയുന്നൊരു ചാനൽ കൂടിയാണിത്. വാഹനങ്ങൾ വിൽപ്പനയ്ക്കുള്ളതോ വാങ്ങിക്കാനുള്ളതോ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടും. വാഹനത്തെ പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ 2017 മോഡലാണ്. സ്പോർട്സ് ഓപ്ഷനാണ്. 62,000 ആണ് ഓടിയത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. KL08, അതായത് തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു മെക്കാനിക്കിനോട് തന്നെ കാണിച്ച് അല്ലെങ്കിൽ കമ്പനി കയറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ എടുത്തിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. 5,40,000 ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. വണ്ടിയുള്ള ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് ഓട്ടോ ഡിലക്സ് എന്നാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.